നിങ്ങളുടെ പുറകെ സ്നേഹമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരെ വിശ്വസിക്കാമോ? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. അവരുടെ ഉദ്ദേശം പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ അവരോട് കൂടുതൽ അടുക്കരുത്. അത് ദുഃഖം ഫലം കിട്ടുന്നതാണ്. ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നു, അവരുടെ രീതി എന്താണ്? ടൈം പാസ് ആണോ, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് നാൾ സ്നേഹിച്ച് ഉപേക്ഷിക്കാനാണോ, ഇങ്ങനെ കൊണ്ടു നടന്ന് തള്ളാനാണോ? ഇതൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ പുറകെ സ്നേഹമാണ്, പ്രണയമാണ് എന്നൊന്നും പറഞ്ഞു വരുന്നവരെ കണ്ണടച്ച് അങ്ങനെ വിശ്വസിക്കരുത്. അത് ആപത്താണ്, അപകടമാണ്, ചതിക്കപ്പെടും. അങ്ങനെ ഓടിച്ചെന്ന് ഒരാളുടെ പുറകെ ചാടുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വലയിൽ വീഴുകയാണെങ്കിൽ, പ്രണയവലയെ കുരുങ്ങുകയാണെങ്കിൽ അത് തീരാ നഷ്ടമായി തീരുന്നു, തീരാ വേദനയായി തീരും. 2. അവർ എത്ര പേരുടെ പുറകെ നടക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ അറിയാം അവരുടെ ഉള്ളിലിരിപ്പ്. നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളോട് പ്രണയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പുറകെ വരുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ വെയിറ്റ് ചെയ്ത് അവർ എത്ര പേരുടെ പുറകെ നടക്കുന്നു, എത്ര പേരുമായി അവർക്ക് അടുപ്പമുണ്ട്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ വളരെ ആളുകളുമായി അവർക്ക് അടുപ്പമുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ശരിയല്ല, അവരുടെ മനസ്സിലിരിപ്പ് വേറെയാണ്, അവരുടെ കയ്യിലിരിപ്പ് വേറെയാണ്. യഥാർത്ഥ സ്നേഹമല്ല. നിങ്ങളെ അവർ ചതിച്ചു പോവും, അവർ ഉപയോഗിച്ച് തള്ളും എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കിയിരിക്കുക. 3. അവരുടെ സംസാരത്തിൽ ആത്മാർത്ഥത ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ സംസാരത്തിൽ ആത്മാർത്ഥത നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടു നിൽക്കുക. അത് അപകടമാണ്. നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ സംസാരത്തിൽ നിങ്ങളോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കും, ഒരു വിശ്വാസത ഉണ്ടായിരിക്കും. ഇതൊന്നുമില്ലാത്ത രീതിയിലാണ് നിങ്ങളോട് സംസാരമെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് അവരെ ശരിക്കും പഠിക്കണം, അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇതൊന്നും യഥാർത്ഥ സ്നേഹമല്ല. 4. ഒരാൾ നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങൾ അവർക്ക് മുന്നിൽ വീണ് കഴിയുമ്പോൾ, അത് ആണാകാം പെണ്ണാകാം ആരുമാകാം, അപ്പോൾ അവർ എതിരായി മാറുകയാണെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമല്ല. തീർച്ചയായും നിങ്ങളെ വഞ്ചിച്ചിരിക്കും. അങ്ങോട്ടാണ് അതിൻ്റെ പോക്ക്. അത് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവരുടെ പുറകെ ഒന്നും നടക്കരുത്, സ്വയം വിഡ്ഢികളായി തീരരുത്. ഇത് മനസ്സിലാക്കിയിരിക്കുക. 5. വെറുതെ വാഗ്ദാനങ്ങൾ പറയുന്നവരെ വിശ്വസിക്കരുത്. അവർ ഉറപ്പായും ചതിച്ചിരിക്കും. കാരണം അവർക്ക് വാഗ്ദാനങ്ങൾ പറഞ്ഞ് നിങ്ങളെ വീഴ്ചെടുക്കാനുള്ള വെറും ഒരു ട്രിക്ക് മാത്രമാണ് അത്. അവർ ഉറപ്പായും ചതിച്ചിരിക്കും. അതൊന്നും അവർ നിറവേറ്റാൻ പോകുന്നില്ല. നിങ്ങൾ അവരുടെ വലയിൽ വീഴുകയും ചെയ്യും. ഇത് മനസ്സിലാക്കിയിരിക്കുക. 6. ചിലർ ശരീരം നോക്കി നടക്കും. അവരുടെ കെണിയിൽ വീഴാതിരിക്കുക. ഇതൊന്നും യഥാർത്ഥ സ്നേഹമല്ല. അങ്ങനെ നടക്കുന്നവർ പുറമേ നല്ല പ്രണയം അഭിനയിക്കും, സ്നേഹം അഭിനയിക്കും, മറ്റൊന്നും പുറമേ കാണിക്കത്തില്ല. അവരുടെ ഉദ്ദേശമൊന്നും പുറമേ കാണിക്കത്തില്ല. എല്ലാം നല്ല രീതിയിൽ അഭിനയിച്ച് നടക്കും. നിങ്ങൾ അവരുടെ കെണിയിലൊന്നും ചെന്ന് വീണു പോകരുത്. അവരെ ശരിക്കും മനസ്സിലാക്കുക, അവരുടെ ഉദ്ദേശം മനസ്സിലാക്കുക. ആരാണെങ്കിലും നിങ്ങളെ പ്രണയിക്കാൻ വന്നാൽ, സ്നേഹിക്കാൻ വന്നാൽ അവരെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇടപെടുക. എന്നാൽ ദുഃഖം ഒഴിവാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.